ഒരാളിലില്ലാത്തത് അയാളുടെ മേൽ പറയാ. അയാൾ മോഷണം നടത്തി എന്ന് പറയാ, അയാൾ കളവ് നടത്തിയിട്ടുണ്ട് എന്ന് പറയാ, അയാൾ നുണ പറയുന്നവനാണ് എന്ന് പറയാ, അയാള് വഞ്ചകനാണെന്ന് പറയാ, അതുപോലെ തന്നെ അയാൾ വ്യഭിചാരിയാണെന്ന് പറയാ, അയാൾ മോശപ്പെട്ട സ്വഭാവക്കാരനാണെന്ന് പറയാ, അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആ രൂപത്തിലുള്ള വ്യക്തിയാണെന്ന് പറയുക, മയക്കുമരുന്നിന്റെ ഉടമയാണ്, അടിമയാണെന്ന് പറയുക. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളിലൂടെ, വാക്കുകളിലൂടെ ഒരാളിൽ ഇല്ലാത്തത് പറഞ്ഞ് ആരോപിച്ച് അതിൽ രസം കണ്ടെത്തുന്ന, ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം പറഞ്ഞു തീർക്കുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ ധാരാളമായി കണ്ടുവരികയാണ്. ഓരോരുത്തർക്കും അവരുടെ നാവ് കൊണ്ട് വിജയിക്കാം ദുന്യാവിൽ. ഞാനാ പറഞ്ഞത് കാര്യം തന്നെയല്ലേ എന്നൊക്കെ ഇവിടെ വാദിക്കാം. പക്ഷേ പരലോകം ഓർക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് വസ്തുതയുണ്ടോ എന്ന് അവിടെ കണക്ക് പറയേണ്ടി വരും. ഇവിടെ രക്ഷപ്പെട്ടേക്കാം, ഇവിടെ പലവിധത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെ പലർക്കും രക്ഷ നേടാൻ സാധിച്ചേക്കാം. അധികാരമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടെ രക്ഷപ്പെട്ടേക്കാം. പരലോക കോടതിയിൽ രക്ഷപ്പെടുകയില്ല.